ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൂപ്പർ പോരാട്ടങ്ങളുമായി ഏഷ്യ കപ്പ് വീണ്ടും എത്തുന്നു. ഏഷ്യ കപ്പിലാണ് ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ വരാനിരിക്കുന്നത്. സമീപകാലത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളുടെയും ഏറ്റുമുട്ടലുകളെയും തുടർന്ന് ടൂർണമെന്റ് ഉപേക്ഷിച്ചേക്കുമെന്നു നേരത്തെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാൽ ടൂർണമെന്റ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം സെപ്റ്റംബറിൽ നടക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ടൂർണമെന്റിന്റെ മത്സരത്തെക്കുറിച്ചും ടൈംസ് ഓഫ് ഇന്ത്യ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. T20 ഫോർമാറ്റിലുള്ള ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ 6 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവും പോരിനിറങ്ങുക. ഏഷ്യ കപ്പിലെ ഏറ്റവും വലിയ ആകർഷണം ബദ്ധവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടമാണ്. കാര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ ഒരാഴ്ചക്കിടെ 2 തവണ എൽ ക്ലാസിക്കോ പോരാട്ടം കാണാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഭാഗ്യമുണ്ടായേക്കും. കൂടാതെ പരമാവധി 3 തവണ ഇന്ത്യയും പാകിസ്ഥാനും ടൂർണമെന്റിൽ മുഖാമുഖം വന്നേക്കുകയും ചെയ്യും. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയാവും ടൂർണമെന്റ് ആരംഭിക്കുക. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ അംഗം 7 ഞായറാഴ്ചയാണ്. 2022-23 വർഷങ്ങളിലേതുപോലെ ഗ്രൂപ്പ് ഘട്ടം, സൂപ്പർ 4, ഫൈനൽ എന്നിങ്ങനെയായിരിക്കും ടൂർണമെന്റിന്റെ ഘടന. കാര്യമായ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ഘട്ടം കടന്ന് സൂപ്പർ 4ലേക്ക് മുന്നേറുമെന്നുറപ്പാണ്. അങ്ങനെ വന്നാൽ സൂപ്പർ 4ൽ ഇന്ത്യയും പാക്കും വീണ്ടും മുഖാമുഖം വരികയും ചെയ്യും. സെപ്റ്റംബർ 14 ഞായറാഴ്ചയാവും ഈ മത്സരം. കൂടാതെ 21 അടുത്ത ഞായറാഴ്ചത്തെ കലാശ പോരാട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാനും 3ാം തവണയും കൊമ്പുകോർത്തേക്കും. ഇന്ത്യ ആയിരുന്നു ഏഷ്യ കപ്പിന്റെ വേദിയാവാനിരുന്നത്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഇരു രാജ്യങ്ങളിലും കളിക്കാൻ വിസമ്മതിച്ചതിനാൽ പുതിയ വേദി കണ്ടെത്താനാവും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ശ്രമം. അങ്ങനെ വന്നാൽ UAEക്കായിരിക്കും വേദിയായി നറുക്കുവീഴുക. ഏഷ്യ കപ്പിന്റെ മത്സരക്രമം ഈ മാസം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കുമോ എന്നത് ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ BCCIക്കു ടീമിനെ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവരെ കൂടാതെ ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE എന്നിവരായിരിക്കും ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾ. 360 ബാറ്ററായ സൂര്യകുമാർ യാദവ് ആയിരിക്കും ടൂർണമെന്റിൽ ഇന്ത്യയെ നയിക്കുക. ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരുടെ വിരമിക്കലുകൾക്കു ശേഷം ഇന്ത്യ കളിക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആയിരിക്കും ഇത്. അടുത്ത വർഷം ആദ്യം ICCയുടെ T20 ലോകകപ്പ് നടക്കാനിരിക്കവേ അതിനുള്ള തയ്യാറെടുപ്പായിട്ടാവും ഏഷ്യ കപ്പിനെ ഇന്ത്യൻ ടീം കാണുന്നത്. 2023 അവസാനത്തെ ഏഷ്യ കപ്പ് ഏകദിന ഫോർമാറ്റിലായിരുന്നു. പാകിസ്ഥാനും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ടൂർണമെന്റിനു ആതിഥേയം വഹിച്ചത്. ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ശ്രീലങ്കയിൽ ആയിരുന്നു. അന്ന് സൂപ്പർ 4ൽ പാക് പടയെ ഇന്ത്യ 228 റൺസിനു തോൽപ്പിച്ചിരുന്നു. ഫൈനലിൽ ലങ്കയെ 10 വിക്കറ്റിനു നാണം കെടുത്തിയിട്ടാണ് രോഹിത്തിനു കീഴിൽ ഇന്ത്യ കപ്പുയർത്തിയത്.